ഇത് തന്നെയാണോ മോദിയുടെ സർജിക്കൽ സ്ട്രൈക്ക്? ഒരായുധം പോലും എടുക്കാതെ കൃത്യമായി പാകിസ്ഥാനെ മുച്ചൂടും മുടിക്കുന്ന അതിഭീകര നടപടി. 30 ദിവസത്തിനുള്ളിൽ പാകിസ്ഥാനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ, പാകിസ്ഥാൻ ജനസംഖ്യയ്ക്ക് തന്നെ ഏറ്റവും ദോഷകരമായ, പാകിസ്ഥാന്റെ വിഭവ സമ്പത്തടക്കം ഇല്ലായ്മ ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നു. ഇന്ത്യ കൈക്കൊണ്ട ആ തീരുമാനം ഇന്ന് പാകിസ്ഥാനെ ഏറ്റവും അധികം വലച്ചിരിക്കുന്നു. 30 ദിവസം കഴിഞ്ഞാൽ ആ രാജ്യം ഇനി എന്ത് ചെയ്യുമെന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമില്ല. അലമുറയിട്ട് കരയുകയെന്നല്ലാതെ മറ്റു മാർഗമില്ലാതിരിക്കുമ്പോഴും ഗമയ്ക്കും പത്രാസിനും അസിം മുനീറിനോ ഷെഹബാസ് ഷെരീഫിനോ ഒരു മടിയുമില്ല എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. സാധാരണ ജനങ്ങൾ തെരുവിൽ മരിച്ചു വീഴുന്ന ഒരു കാഴ്ച അടുത്ത ദിവസങ്ങളിൽ പാകിസ്ഥാൻ ഭരണകൂടം നോക്കിക്കാണേണ്ടി വരും. പറഞ്ഞു വരുന്നത്, പഹൽഗാം ഭീകരാക്രമണത്തിന് തൊട്ടു പിന്നാലെ ആദ്യ അടി നൽകിയത് സൈന്യമായിരുന്നില്ല, പകരം നയതന്ത്ര തലത്തിലായിരുന്നു ഇന്ത്യ നേരിട്ടത്. 6 പതിറ്റാണ്ട് കാലം കൈവയ്ക്കാത്ത മേഖലയിൽ ഇന്ത്യ അന്ന് കൈവച്ചു. സിന്ധു നദീജല കരാർ, ആ ഉടമ്പടി തച്ചുടച്ചു. കരാർ പ്രകാരം ജലവിതരണം നൽകേണ്ടത് ഇനി മുന്നോട്ട് പോകണ്ട എന്നാണ് ഇന്ത്യ തീരുമാനിച്ചത്. അന്ന് നിർത്തിവെച്ച ആ നടപടിയിൽ ഇന്ന് പാകിസ്ഥാൻ നട്ടം തിരിയുന്നു. പാകിസ്ഥാന്റെ ജലസംഭരണികളൊക്കെ തന്നെ വറ്റി വരണ്ടു. ഡാമുകളൊക്കെ വെള്ളമില്ലാത്ത അവസ്ഥയിലേക്ക്. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം, 30 ദിവസത്തേക്കുള്ള വെള്ളം മാത്രമേ അവരുടെ പക്കൽ ശേഷിക്കുന്നുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് കർഷകരെ സംബന്ധിച്ച്, സാധാരണ ജനങ്ങളെ സംബന്ധിച്ചാണ് ഇത് വലിയ തിരിച്ചടിയാകുന്നത്. പക്ഷേ അവിടുത്തെ ജനവിഭാഗത്തോട് ഏറെ മമതയുണ്ട്, ഏറെ സ്നേഹമുണ്ട്. എന്നിരുന്നാൽ പോലും പാകിസ്ഥാൻ ഭരണകൂടത്തിൻ്റെ തെറ്റായ നടപടികളെ ഒരിക്കലും ഇന്ത്യക്ക് അംഗീകരിക്കാൻ കഴിയില്ല. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ ഡാം തർബേല, മംഗള, ഈ 2 ഡാമുകളും വറ്റി വരേണ്ട അവസ്ഥയിലേക്ക്, ഡെഡ് സ്റ്റോറേജ് ലെവലിലേക്ക് ഡാമുകൾ എത്തിയിരിക്കുന്നു. പാകിസ്ഥാന്റെ കാർഷിക മേഖലയുടെ 90% സിന്ധു നദീജല കരാറിലൂടെ കിട്ടിക്കൊണ്ടിരുന്ന ജലത്തെ ആശ്രയിച്ചായിരുന്നു എന്നുള്ളത് പാകിസ്ഥാൻ അന്ന് വിസ്മരിച്ചു. പല അന്താരാഷ്ട്ര വേദികളിലും ഇന്ത്യക്കെതിരെ ശക്തമായി ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ സാധാരണ ജനങ്ങളെ പറ്റി ചിന്തിക്കുന്നില്ല. ഭീകരവാദത്തെ മാത്രമാണ് അവർ ഏറെ പരിപോഷിപ്പിക്കുന്നത്. അതിൻ്റെ തിരിച്ചടി തന്നെയാണ് അവിടുത്തെ ജനത ഇനി അനുഭവിക്കാനായി പോകുന്നത്. ഇനിയെങ്കിലും ആ ഭരണകൂടത്തെ, നശിച്ച ഭരണാധികാരികളെ ആ ജനം കല്ലെറിഞ്ഞോടിക്കട്ടെ. എന്തായിരുന്നാലും ഇന്ത്യ നൽകിയ ആ ജലം നിലച്ചതോടെ പാകിസ്ഥാൻ ഏറെ വെട്ടിലായിരിക്കുന്നു. ഇന്ത്യക്കെതിരെ UN-ലും പല രാജ്യാന്തര വേദികളിലുമൊക്കെ പരാതി ഉന്നയിച്ചെങ്കിലും, പലരെ കൊണ്ട് സംസാരിപ്പിച്ചെങ്കിൽ പോലും, അന്താരാഷ്ട്ര കോടതിയെ പോലും സമീപിച്ച് ഇന്ത്യക്കെതിരെ മരണവാറണ്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞെങ്കിൽ പോലും ഇന്ത്യയുടെ തീരുമാനങ്ങളിൽ അണുവിട മാറ്റമുണ്ടായിട്ടില്ല. വിവിധ രാജ്യങ്ങളിലെ അംബാസഡർമാരെ പോലും വിളിച്ച് ഈ വിഷമം അവർ പങ്കുവച്ചിരുന്നു. അവർ മൂലം ഇന്ത്യയെ മയപ്പെടുത്താമെന്ന് ശ്രമിച്ചിരുന്നു. ഒന്നും നടന്നില്ല, വിലപ്പോയില്ല. പാകിസ്ഥാന്റെ ഭീകരവാദം അതെന്ന് പൂർണ്ണമായി അവസാനിപ്പിക്കുന്നു, അന്ന് മാത്രമേ ഇനി വെള്ളമൊഴുകൂ. എന്നാൽ ഈ കരാർ പുനഃസ്ഥാപിക്കാൻ പാകിസ്ഥാൻ തന്നെയാണ് എതിര് നിൽക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയൊരു വിഷയമുണ്ട്. വെള്ളവും രക്തവും ഇത് രണ്ടും ഒരുമിച്ച് ഒഴുകണ്ട, ഒന്നുകിൽ രക്തം അതല്ലെങ്കിൽ വെള്ളം. ആ ഒരു തീരുമാനത്തിൽ പാകിസ്ഥാൻ കൈക്കൊണ്ടത് വെള്ളം വേണ്ട, പകരം രക്തം ഒഴുകട്ടെ എന്നുള്ളതായിരുന്നു. പരിണത ഫലം നമ്മൾ കണ്ടതാണ്. പാകിസ്ഥാന്റെ മണ്ണിൽ ചോരപ്പുഴ ഒഴുകുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ഇനി വരാനിരിക്കുന്നത്. ഇന്ത്യയുടെ നടപടി എന്തായിരുന്നാലും പാകിസ്ഥാൻ എന്ന രാജ്യത്തിനെതിരായിട്ടുള്ള നടപടിയാണ്. ആ രാജ്യത്തിൻ്റെ കൊടും ചെയ്തികൾക്കെതിരായിട്ടുള്ളതാണ്. ജനങ്ങൾക്കെതിരായി നോക്കിക്കാണേണ്ടതില്ല. ഇന്ത്യ സ്വീകരിച്ച നടപടിയെ യുദ്ധപ്രഖ്യാപനമായി പാകിസ്ഥാൻ കണക്കാക്കുമെന്ന് പാക് സർക്കാർ തന്നെ അഭിപ്രായപ്പെട്ട സാഹചര്യം പോലും ഉണ്ടായിരുന്നു. UN രക്ഷാസമിതി, ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ, ഷാങ്ഹായ് സഹകരണ കൗൺസിൽ തുടങ്ങി പല വേദികളിലും പാകിസ്ഥാൻ ഈ വിഷയം ഉന്നയിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ പറഞ്ഞ ഒരൊറ്റ വിഷയമേ ഉള്ളൂ, ഏതെങ്കിലും ഒന്നൊഴുകിയാൽ മതി. ഇന്ത്യ വെള്ളത്തെ ആയുധവൽക്കരിച്ചു എന്നാണ് പാകിസ്ഥാന്റെ ആരോപണം. എന്നാൽ പാകിസ്ഥാൻ ഭീകരവാദത്തെ തന്നെ പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, രാജ്യത്തിന്റെ നയമായി തന്നെ അത് സ്വീകരിക്കുന്ന കാലഘട്ടത്തിൽ ജലത്തെ ഇന്ത്യ ആയുധവൽക്കരിച്ചാൽ എന്താണ് അവിടെ തെറ്റ്? ഭീകരവാദത്തെ സ്വന്തം നയമായി സ്വീകരിക്കുന്ന പാകിസ്ഥാൻ ഇനി എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോയാലും സിന്ധു നദീജല കരാർ പുനഃസ്ഥാപിക്കില്ല എന്ന് ഇന്ത്യ പറഞ്ഞിരിക്കുന്നു. പാക്കിന്റെ മണ്ണിലുണ്ടായിരിക്കുന്ന ഭീകരവാദ ക്യാമ്പുകൾ അത് അവർ തന്നെ നശിപ്പിക്കണം. ഇന്ത്യക്ക് നശിപ്പിക്കാൻ ഒരു അനുവാദം നൽകിയാൽ മാത്രം മതി. അവർക്കത് സാധിക്കില്ലെങ്കിൽ ഭീകരവാദ നയം അതിനു മുന്നേ അവർ ഉപേക്ഷിക്കണം. ഈ ആവശ്യങ്ങൾ ഇന്ത്യ കാലാകാലങ്ങളായി ഉന്നയിക്കുന്നുണ്ട്. മലയാളി വാർത്താ പ്ലസ്
like, share and subscribe.